സാധാരണയായി നമ്മുടെ നാട്ടിൽ അറിയപ്പെടുന്ന മഞ്ഞപ്പിത്ത രോഗം എന്ന് പറയുന്നത് അക്യൂട്ട് വൈറൽ ഹെപ്പറ്റൈറ്റിസ് ആണ്. അതായത് വൈറസുകളായ ഹെപ്പറ്റൈറ്റിസ് എ, ഹെപ്പറ്റൈറ്റിസ് ഇ എന്നീ വൈറസുകൾ പടർത്തുന്ന അക്യൂട്ട് വൈറൽ ഹെപ്പറ്റൈറ്റിസ് എന്ന അസുഖത്തിനെയാണ് നമ്മുടെ നാട്ടിൽ സാധാരണയായി മഞ്ഞപ്പിത്തം എന്ന് പറയുന്നത്. അക്യൂട്ട് വൈറൽ ഹെപ്പറ്റൈറ്റിസ് എന്ന ഈ അസുഖം ജലജന്യ രോഗമാണ്. മലിനമായ ജലം, യഥാവിധി പാചകം ചെയ്യാത്ത ഭക്ഷണ സാധനങ്ങൾ എന്നിവയിൽ നിന്നുമാണ് സാധാരണ മനുഷ്യന് ഈ അസുഖം പിടിപെടുന്നത്. മനുഷ്യ വിസർജ്യം മലിനമാക്കപ്പെട്ട ജലാശയങ്ങളിൽ നിന്നോ കിണറുകളിൽ നിന്നും ഒക്കെയാണ് സാധാരണയായി ഈ വൈറസുകൾ നമ്മുടെ ഭക്ഷണ സാധനങ്ങളിലേക്ക് എത്തുകയും നമ്മുടെ ശരീരത്തിലേക്ക് അതുവഴി പടരുകയും ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ യഥാവിധി പാചകം ചെയ്യുകയും നല്ല രീതിയിൽ തിളപ്പിച്ചാറ്റിയ വെള്ളം ഉപയോഗിക്കാതിരിക്കുകയും ചെയ്യുമ്പോഴാണ് സാധാരണഗതിയിൽ നമുക്ക് ഇത്തരം രോഗങ്ങൾ പിടിപെടുന്നത്. സാധാരണയായി ഈ വൈറസുകൾക്ക് ആഴ്ചകൾ മുതൽ മാസങ്ങൾ വരെ, 10 മാസം വരെ ഈ ജലാശയങ്ങളിലോ അല്ലെങ്കിൽ ഈ നമ്മുടെ ജലസ്രോതസ്സുകളിലോ ജീവനോടെ നിൽക്കാൻ സാധിക്കും എന്നാണ് പഠനങ്ങൾ പറയുന്നത്. അതുകൊണ്ട് തന്നെ ഏത് കാലത്തും നമുക്ക് ഈ ഹെപ്പറ്റൈറ്റിസ് രോഗങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. നമ്മുടെ ശരീരത്തിൽ കടന്നു കഴിഞ്ഞാൽ ഉടൻ തന്നെ ഇത് അസുഖ ലക്ഷണങ്ങൾ ഉണ്ടാക്കിക്കൊള്ളണം എന്നില്ല. സാധാരണയായി ആഴ്ചകൾ കഴിഞ്ഞും മാസങ്ങൾ കഴിഞ്ഞ് വരെ രോഗലക്ഷണങ്ങൾ, വൈറസ് നമ്മുടെ ശരീരത്തിനകത്ത് കടന്നതിന് ശേഷം മാസങ്ങൾ കഴിഞ്ഞ് രോഗലക്ഷണങ്ങൾ ഉണ്ടാകുന്ന ആളുകളും ഉണ്ടായിട്ടുണ്ട്. നമ്മുടെ 2-3 മാസം കഴിഞ്ഞ് ഒരു ഹെപ്പറ്റൈറ്റിസ് ഔട്ട് ബ്രേക്ക് കഴിഞ്ഞ് 2-3 മാസങ്ങൾ കഴിഞ്ഞ് അടുത്ത ഹെപ്പറ്റൈറ്റിസ്, അതേ കുടുംബത്തിൽ തന്നെ മറ്റൊരാൾക്ക് ഹെപ്പറ്റൈറ്റിസ് അസുഖം വന്നിട്ടുള്ള സാഹചര്യങ്ങളും ഉണ്ടായിട്ടുണ്ട്. മനുഷ്യനും അസുഖം വന്ന ഹെപ്പറ്റൈറ്റിസ് അസുഖം വന്ന മനുഷ്യനും മറ്റൊരു മനുഷ്യനിലേക്ക് ഈ സമ്പർക്കത്തിലൂടെയും ഈ അസുഖം പടരാനുള്ള സാധ്യത ഉള്ളതുകൊണ്ട് തന്നെ നമ്മുടെ ശുചിത്വത്തിന് വളരെയധികം പ്രാധാന്യമുണ്ട്. അതുകൊണ്ട് തന്നെ ഭക്ഷണ സാധനങ്ങൾ യഥാവിധി പാചകം ചെയ്യുകയും വെള്ളം 100 ഡിഗ്രി സെൽഷ്യസ് വരെ തിളപ്പിക്കുക. അതായത് നമ്മൾ സാധാരണ തിളപ്പിക്കുന്ന ടെമ്പറേച്ചറാണ് 100 ഡിഗ്രി സെൽഷ്യസ്. 85 ഡിഗ്രി സെൽഷ്യസ് കഴിഞ്ഞാൽ ഈ വൈറസ് ചത്തുപോകും എന്നാണ് പഠനങ്ങൾ പറയുന്നത്. അതുകൊണ്ട് തന്നെ 100 ഡിഗ്രി സെൽഷ്യസ് വരെ തിളപ്പിക്കുകയും തിളപ്പിച്ചാറ്റിയ വെള്ളം ഉപയോഗിക്കുകയും അസുഖം വന്ന ആളുകളുമായിട്ടുള്ള സമ്പർക്കം കുറയ്ക്കുകയും ചെയ്യുകയാണ് ഈ ഹെപ്പറ്റൈറ്റിസ് രോഗം തടയാനുള്ള പ്രതിവിധി. ഹെപ്പറ്റൈറ്റിസ് രോഗങ്ങൾ ഒരാൾക്ക് വന്നു കഴിഞ്ഞാൽ കുടുംബത്തിലെയോ പ്രത്യേകിച്ച് ഹോസ്റ്റലുകളിലൊക്കെ വളരെയധികം പടർന്നു പിടിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അത് ഒരാൾക്ക് ഹെപ്പറ്റൈറ്റിസ് അസുഖം വന്ന ആൾ വളരെയധികം മറ്റു ആളുകളുമായി സമ്പർക്കം പുലർത്തുന്നതിലൂടെയും ഭക്ഷണ സാധനങ്ങൾ പങ്കുവയ്ക്കുന്നതിലൂടെയുമാണ്, അതുപോലെ ഒരേ പ്ലേറ്റുകളിൽ നിന്നും ആഹാര സാധനങ്ങൾ ഉപയോഗിക്കുകയും ഒക്കെ ചെയ്യുന്നതിലൂടെ, ആ സമ്പർക്കത്തിലൂടെയാണ് വൈറസ് ഒരു മനുഷ്യനിൽ നിന്നും മറ്റൊരു മനുഷ്യനിലേക്ക് പടരുന്നത്. അതുകൊണ്ട് തന്നെ ജലസ്രോതസ് ഒന്നു തന്നെയാണെങ്കിലും ലക്ഷക്കണക്കിന് ആളുകൾക്ക് വരെ ഇത് പടർന്നു പിടിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ടാണ് ഒരു ജലസ്രോതസ്സിൽ നിന്നും ഉണ്ടായ അസുഖം ഒരാൾക്ക് പിടിപെട്ട് കഴിഞ്ഞാൽ കൂടെയുള്ള മറ്റാളുകൾ ആ ജലസ്രോതസ് ഉപയോഗിച്ചില്ലെങ്കിൽ പോലും ഒരാളിൽ നിന്നും മറ്റൊരാളിലേക്ക് ഈ ഹെപ്പറ്റൈറ്റിസ് രോഗം പടർന്നു പിടിക്കാനുള്ള സാധ്യത അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അസുഖം വന്നു കഴിഞ്ഞാൽ സാധാരണയായി 98% ആളുകളിലും യാതൊരുവിധ ചികിത്സയും ആവശ്യമില്ല. ഇത് സാധാരണ ഒരു വൈറസ് ഇൻഫെക്ഷൻ പോലെ തന്നെ 98% ആളുകളിലും ഇത് മാറിപ്പോവാനാണ് സാധ്യത. നമുക്ക് ചെറിയ രീതിയിലുള്ള വിട്ടുമാറാത്ത പനിയും ക്ഷീണവും സാധാരണ പനികൾ വന്നു പോകുന്നത് പോലെയുള്ള ദേഹാസ്വാസ്ഥ്യങ്ങളും ഉണ്ടാകുമെങ്കിലും 98% ആളുകളിലും യാതൊരുവിധ കോംപ്ലിക്കേഷൻസും കാണാറില്ല. 2% ആളുകളിൽ ഗുരുതരമായ കരൾ അസുഖങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യതയും കരളിൻ്റെ പ്രവർത്തനം താറുമാറാകുന്ന രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവുകയും കാണാറുണ്ട്. അത്തരത്തിലുള്ള ആളുകൾക്ക് കരൾ മാറ്റിവെക്കേണ്ട സാഹചര്യങ്ങളും ഉണ്ടായിട്ടുണ്ട്. എങ്കിലും സാധാരണ ജനങ്ങളിൽ മറ്റ് അസുഖങ്ങളൊന്നും ഇല്ലാത്ത ആളുകൾ, പ്രമേഹം, ഹൃദ്രോഗങ്ങൾ, കിഡ്നി, വൃക്ക സംബന്ധമായ രോഗങ്ങളൊന്നും ഇല്ലാത്ത ആളുകൾക്ക് 98% ആളുകൾക്കും യാതൊരു വിധത്തിലുള്ള പ്രശ്നങ്ങളും കണ്ടുവരുന്നില്ല. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ആളുകൾ എന്ന് പറയുന്നത് മറ്റ് അസുഖങ്ങൾക്ക് വേണ്ടി മരുന്നുകൾ കഴിച്ചുകൊണ്ടിരിക്കുന്നു. അതായത് പ്രമേഹം, നിയന്ത്രണമില്ലാത്ത പ്രമേഹം, വൃക്ക രോഗങ്ങൾ, കരൾ രോഗങ്ങൾ, പ്രത്യേകിച്ച് കരൾ രോഗങ്ങൾ, ക്യാൻസർ പോലുള്ള രോഗങ്ങൾ എന്നിവയ്ക്ക് വേണ്ടി മരുന്ന് കഴിക്കുന്ന ആളുകൾ ഇത്തരത്തിലുള്ള വൈറൽ ഹെപ്പറ്റൈറ്റിസ് വന്നു കഴിഞ്ഞാൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അവരുടെ ഭക്ഷണ സാധനങ്ങൾ തിരഞ്ഞെടുക്കുന്നതിലും അതുപോലെ തന്നെ പാനീയങ്ങൾ തിരഞ്ഞെടുക്കുന്നതിലും വളരെയധികം ശ്രദ്ധ പുലർത്തേണ്ടത് ആവശ്യമാണ്.